ഹൈക്കമാൻഡെ എന്നെ ഒന്ന് പുറത്താക്കി തരാമോ? ചോദിക്കുന്നത് ശശി തരൂറാണ്. ശശി തരൂർ വമ്പൻ കളിയാണ് കളിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മർമ്മത്തടിച്ചിരിക്കുന്നു ശശി തരൂർ. ഒരു പ്രശസ്ത ദേശീയ പത്രത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ശശി തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിന് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഭയാനകതയിലേക്ക് നയിച്ചു. തടങ്കലിലെ പീഡനങ്ങളും വിചാരണ നടക്കാത്ത കൊലപാതകങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായി. ഇതൊന്നും പുറം ലോകമറിയാതെ പോയി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയായിരുന്നു. നിർബന്ധിത ബന്ധീകരണം അടക്കം നടത്തിച്ചു സഞ്ജയ് ഗാന്ധി. ഇതൊക്കെ ജനജീവിതത്തെ ദുസ്സഹമാക്കി. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരാത്തത്. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത ഏടാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഇന്ദിരാഗാന്ധിയെയും അവരുടെ മരണമടഞ്ഞ മകൻ സഞ്ജയ് ഗാന്ധിയെയും വിമർശിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ശശി തരൂർ BJPയിലേക്ക് പോകും. ഇന്നലെ വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി നടത്തിയ ഒരു സർവേ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു. ആ സർവേയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും യോഗ്യൻ ശശി തരൂർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ സർവേയുടെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വീഡിയോ സെർച്ച് ചെയ്താൽ കാണാം. ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. ഈ വോട്ട് വൈബ് എന്ന ഏജൻസി ശശി തരൂർ കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഏജൻസിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. എനിക്കത് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത് ഈ വോട്ട് വൈബ് എന്ന് പറയുന്ന മാധ്യമ ഏജൻസി ശശി തരൂർ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു PR ടീമിനെ വെച്ച് ഉണ്ടാക്കിയ ഏജൻസിയാണ്. അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താൻ തന്നെയാണെന്ന് ശശി തരൂർ പറഞ്ഞു വെച്ചു. മറ്റൊന്ന് BJPയുടെ നിലപാടാണ്. ശശി തരൂർ BJPയിലേക്ക് പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും ഒക്കെ അതിനിശിതമായാണ് വിമർശിച്ചിരിക്കുന്നത്. CPMകാർ പോലും ഇങ്ങനെ വിമർശിച്ചിട്ടില്ല. BJP പോലും RSS പോലും അവരെ ഇങ്ങനെ വിമർശിച്ചിട്ടില്ല. അവരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത് ദേശീയ പത്രത്തിൽ. എന്തായാലും ഈ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് BJPയും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് കാണിക്കാൻ ഒരു മുഖമുണ്ടായിരുന്നു, മെട്രോമാൻ ശ്രീധരൻ്റെ മുഖം. അതിൽ നിന്നും ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് ശശി തരൂർ. രാഷ്ട്രീയത്തിലെ 18 അടവുകളും പഠിച്ച ഒരാളാണ് ശശി തരൂർ. ശശി തരൂറിന് ശക്തമായ രീതിയിൽ BJPയെ നയിക്കാനാകും. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 10 സീറ്റ് നേടുക എന്ന BJPയുടെ ലക്ഷ്യം പൂർണ്ണമായി സാധ്യമാകില്ലെങ്കിലും ഒരു 5 സീറ്റൊക്കെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ശശി തരൂർ മത്സരിക്കുന്ന സീറ്റിൽ എന്തായാലും അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും. തിരുവനന്തപുരം ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെതിരെ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. അതിശക്തമായ മത്സരമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ശശി തരൂർ ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. എന്തായാലും ശശി തരൂർ ഇപ്പോൾ കാണിക്കുന്നത് നെറുകേടാണ്. തന്നെ വളർത്തി വലുതാക്കിയ കോൺഗ്രസിനോട് അദ്ദേഹം നെറുകേട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നെറുകേട് കാണിച്ച് പുറത്തു പോവുക, അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. സുനന്ദ പുഷ്കറിന്റെ മരണമൊക്കെ വിവാദമായപ്പോഴും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ശശി തരൂരിന്റെ പിറകിൽ നിന്നു. ശശി തരൂരിനെതിരെ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, അഴിമതി കഥകളുണ്ടായി. അപ്പോഴൊക്കെ കോൺഗ്രസ് ശശി തരൂരിനെ തഴഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു. ആ ശശി തരൂറാണ് ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട്, സഞ്ജയ് ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചത് എന്നത് എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധിക്ക് ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയും അമ്മയുടെ വഴിയെ തന്നെ സഞ്ചരിച്ചു. രാജീവ് ഗാന്ധി വേറൊരു വഴിയായിരുന്നു. എന്തായാലും അടിയന്തരാവസ്ഥ കറുത്ത ഏട് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കറുത്ത ഏടിനെയാണ് ശശി തരൂർ വലിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. തൻ്റെ എഴുത്തിലൂടെ അടിയന്തരാവസ്ഥയുടെ തിക്ത അനുഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അടിയന്തരാവസ്ഥയിൽ വിചാരണ നടക്കാത്ത കൊലപാതകങ്ങൾ നിരവധി നടന്നുവെന്ന് അദ്ദേഹം പറയുന്നു.
നിർബന്ധിത വന്ധീകരണം നടന്നുവെന്ന് പറയുന്നു. ഇങ്ങനെ ക്രൂരതകൾ, അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച ക്രൂരതകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. തരൂറെ, കളി നന്നായി. അതിനു മുമ്പ്, ഈ ലേഖനം വരുന്നതിന് മുമ്പ് വോട്ട് വൈബ് എന്ന ഒരു ഏജൻസി, തൻ്റെ PR ടീമിനെ കൊണ്ട് വോട്ട് വൈബ് എന്ന ഒരു ഏജൻസി ഉണ്ടാക്കി കേരളത്തിൽ കോൺഗ്രസ്സുകാരിൽ ഏറ്റവും ജനപ്രിയതയുള്ള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും ജനപ്രിയൻ താനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. വളരെ ചാണക്യ തന്ത്രമാണ് ശശി തരൂർ കളിക്കുന്നത്. ശശി തരൂർ BJPയിലേക്ക് എന്നുള്ളത് ഉറപ്പാണ്. മോദിയുമായും അമിത്ഷയുമായും നദ്ദയുമായും ഒക്കെ ശശി തരൂർ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. BJPക്കാകട്ടെ ഒരു നല്ലൊരു നേതാവിനെ കിട്ടിയ സംതൃപ്തിയും ഉണ്ട്. കാരണം ശശി തരൂർ മികച്ച പ്രാസംഗികനാണ്, മികച്ച എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, ലോകം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ശശി തരൂർ BJPയിലേക്ക് പോയാൽ കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ അവരോധിക്കും BJP. രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രവും അതുതന്നെയാണ്. കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ BJPയെ നയിക്കുക ശശി തരൂറായിരിക്കും. മുഖ്യമന്ത്രിയാകാൻ കുതിച്ചങ്ങനെ നിൽക്കുകയാണ് ശശി തരൂർ. ശശി തരൂറിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോകും. കാരണം കേരളത്തിൽ ഈ ബംഗാളിലും ത്രിപുരയിലും നേടിയതുപോലെയുള്ള ഒരു മുന്നേറ്റമൊന്നും BJP നേടില്ല. ത്രിപുരയിൽ BJP അധികാരം പിടിച്ചെടുത്തത് മാണിക് സർക്കാർ എന്ന CPM മുഖ്യമന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ്. ഇവിടെ അങ്ങനെ കഴിവുകെട്ട മുഖ്യമന്ത്രി അല്ല ഉള്ളത്. പിണറായി വിജയൻ്റെ കീഴിൽ CPM വളരെ ശക്തമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ അവരോധിക്കപ്പെടാം. പക്ഷേ BJP പ്രതീക്ഷിക്കുന്ന 10 സീറ്റൊന്നും കിട്ടില്ല. ഏകദേശം ഒരു 5 സീറ്റ് ഈ ഒരു ട്രെൻഡിൽ കൊണ്ടുപോയാൽ അത് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്തായാലും 5 സീറ്റ് ചിലപ്പോൾ കിട്ടുമായിരിക്കാം. എന്തായാലും ഈ ശശി തരൂരിൻ്റെ മനസ്സ്, അയാളുടെ ഈ ഇത്രയും കാലം കോൺഗ്രസിൽ നിന്നിട്ടും കോൺഗ്രസ്സുകാരനാകാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥ. കോൺഗ്രസിൻ്റെ എല്ലാമായി നിൽക്കുന്ന അദ്ദേഹം കോൺഗ്രസിൻ്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാൻ തയ്യാറാകാത്ത ഒരു നേതാവായി അധപതിച്ചിരിക്കുന്നു. അധികാര പ്രമത്തതയുള്ള നേതാവായി അധപതിച്ചിരിക്കുന്നു. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി BJP അംഗത്തിനിറങ്ങി പരമാവധി സീറ്റുകൾ പിടിച്ച ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ശശി തരൂരിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനവും ലഭിക്കും. എങ്ങനെ വന്നാലും BJPയിലേക്കുള്ള പോക്ക് ശശി തരൂരിന് നഷ്ടക്കച്ചവടമാകില്ല. പക്ഷേ കോൺഗ്രസുമായുള്ള ബന്ധം ശശി തരൂരിന് നഷ്ടക്കച്ചവടം തന്നെയാണ്. കാരണം MP ആയി തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നാടിനും ഗുണമില്ല, തരൂരിനും ഗുണമില്ല. എന്തായാലും കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു ശശി തരൂർ. വളരെ വിവാദകരമായ, വളരെ പ്രത്യാഘാതമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് തരൂർ നടത്തിയിരിക്കുന്നത്.